നമ്മൾ കൂടുതൽ കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ഭാഗത്തു നിന്നും, അത് ഫയർഫോഴ്സ് ആകട്ടെ, സ്കൂബ ഡൈവിംഗ് ടീമാകട്ടെ, അതുപോലെ പോലീസിൻ്റെ ഭാഗത്ത്, നഗരസഭ, എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. ബഹുമാനിനെ കളക്ടർ കൂടി സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ 4 ട്രാക്കിലായി ഓടുന്ന ട്രെയിനുകളെ നിർത്തിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ റൂട്ട് മാറ്റിക്കൊണ്ട് തന്നെ റെയിൽവേയുമായി സംസാരിച്ചുകൊണ്ട് ആ ഭാഗത്തുനിന്ന് കൂടി ക്ലീനിങ് അടിയന്തരമായി ആരംഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ JCBയും മറ്റ് വാഹനങ്ങളും വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മാലിന്യം മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനമുണ്ട്. നഗരസഭയുടെ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ അതിൽ നന്നായി ഇടപെടാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ സമയം അധികം പോകുന്തോറും നമുക്ക് എല്ലാവർക്കും ഭയമുണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്കത് കൂടുതൽ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മളിപ്പോഴും അതിനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ജീവനോടുകൂടി തന്നെ നമുക്ക് അദ്ദേഹത്തിനെ കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂബ ഡൈവിംഗ് ടീമിന് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ടെന്ന് തോന്നുന്നില്ല. വെള്ളം കുറവായത്, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നതിനനുസരിച്ച് അവർക്ക് സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീമിന് ഇറങ്ങാനുള്ള പ്രയാസമുണ്ട്. പക്ഷേ എങ്കിൽ പോലും, അങ്ങനെ ആയിട്ട് പോലും, ആ പ്രതികൂല സാഹചര്യമായിട്ട് പോലും അവരുടെ കൂടി സഹായം നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അവർ എത്തിച്ചേർന്നു. ഫയർഫോഴ്സിൻ്റെ ടീമും എത്തിച്ചേർന്നു. അത് ഒരുപാട് നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ നമുക്ക് കൂടുതൽ ഇടപെടണം എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിലവിലെന്തായാലും മഴയൊന്നുമില്ല, മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളം ഇങ്ങോട്ട് എത്തുന്നത് തടയാൻ ഇനി ഒഴുക്കുണ്ടായാൽ വീണ്ടും ബുദ്ധിമുട്ടാകില്ലേ? ഇപ്പോൾ നിലവിൽ അത് അങ്ങനെ ശക്തമായ ഒഴുക്കില്ല. പക്ഷേ ഇത് ആദ്യം ഈ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് നന്നായി ഒഴുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സമയത്ത് ഒഴുക്ക് വളരെ ശാന്തമായിട്ടുള്ള ഒഴുക്ക് മാത്രമേ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒഴുക്കുണ്ടായിരുന്നതിനാൽ തന്നെ അകത്തേക്ക്, ഈ ടണലിനകത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലേ? ടണലിനകത്തേക്ക് അങ്ങനെ പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്തേക്ക് ചെന്നുള്ളൊരു പരിശോധന നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു അതിശക്തമായ മാലിന്യം മാറ്റിക്കൊണ്ട് അതിൻ്റെ ഇടയിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമ്മൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ്. ഇനി മഴ പെയ്താൽ ഈ ഗ്രില്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇനി മാലിന്യം എത്താനുള്ള സാധ്യതയില്ലല്ലോ? ഇനി അഥവാ മഴ പെയ്താൽ ഇത് പല ഭാഗത്ത് നിന്ന് ഈ തോടിലേക്ക് മാലിന്യം വലിച്ചെറിയുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മാലിന്യം വലിച്ചെറിയാതിരിക്കുക. അത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. അത് ഏതെങ്കിലും സർക്കാർ വകുപ്പുകളുടെയോ ഏതെങ്കിലും ഒരു നഗരസഭയോടോ എന്നതിനപ്പുറം മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും കാര്യക്ഷമമായ ഓരോ വ്യക്തിയും ഇടപെടണമെന്ന് ഈ സംഭവത്തിന് ശേഷമെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ, നമുക്ക് മാലിന്യം ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഇങ്ങനെ പലയിടത്തുനിന്ന് വലിച്ചെറിയാതെ ഇവിടെ മാലിന്യമില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രയാസം നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാലിന്യം വലിച്ചെറിയുന്ന സമയത്ത് നമ്മൾ 100 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കണം എന്നുള്ള അഭ്യർത്ഥന എനിക്ക് നമ്മുടെ നഗരവാസികളോട് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുണ്ട്. എന്തായാലും മാലിന്യം തന്നെ വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. ഏറ്റവും ഒടുവിൽ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ടീം കൂടി താഴേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് എത്രത്തോളം പോകാൻ കഴിയുമോ ടണലിലൂടെ അത്രത്തോളം ദൂരം പോകാം എന്നുള്ളതാണ് അവരുടെ തീരുമാനം. ഒരു 3 പേരടങ്ങുന്ന ഒരു സംഘം ഇപ്പോൾ ആ പ്രവർത്തനത്തിനായി ഇറങ്ങുകയാണ്. കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രവർത്തനങ്ങളൊന്നും വിജയം കാണുന്നില്ല, അതിൻ്റെ ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ സമയം വൈകുന്നതും വലിയ തോതിൽ ആശങ്കയാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാലാവസ്ഥ നമ്മളെ സഹായിക്കുന്നു, അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. മഴ പെയ്യുന്നില്ല. മഴ പെയ്താൽ സ്ഥിതി ഇതാകില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് വീണ്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാലിന്യം കൂടുതലായി ഇവിടേക്ക് എത്തും. നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം വിഫലമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. നേരത്തെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിന് തൊട്ടിപ്പുറേ, ഏകദേശം ഒരു 1-2 മീറ്റർ ദൂരത്തിപ്പുറേ ഒരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിനപ്പുറം മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. അത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രില്ലിന് മുകളിലൂടെ വെള്ളം കയറി ഒഴുകുന്ന സാഹചര്യം ഉണ്ടായാൽ ആ മാലിന്യം ഒന്നടങ്കം ഇപ്പോൾ നമ്മൾ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, മാലിന്യം നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അങ്ങനെ മേയറുടെ പ്രതികരണം കേട്ടു, കളക്ടറുടെ പ്രതികരണം കേട്ടു. അങ്ങനെ സമാനതകളില്ലാത്ത ഒരു സാഹചര്യം തമ്പാനൂരിൽ ഒരുങ്ങിയിരിക്കുന്നു. ഈ ദുരന്തത്തിലൂടെ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്.